അപ്പൊ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോണ പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യണം. പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ചില ആൾക്കാർക്ക് ബ്ലീഡിങ് അധികമാണ് ഇഷ്യൂ, ചില ആൾക്കാർക്ക് ബ്ലീഡിങ് തീരെ ഇല്ലാത്ത പ്രശ്നം, ചിലവർക്ക് മറ്റേ പീരിയഡ്സ് വളരെ വൈകി വരിക, ഇറഗുലർ ആയിട്ട് വരിക, അതൊരു കൃത്യമായിട്ടൊരു സമയമൊന്നും അതിനില്ല. അല്ലെങ്കിൽ പീരിയഡ്സിന്റെ സമയത്ത് വരുന്ന സഹിക്കാൻ പറ്റാത്ത വേദന, അത് പല ആൾക്കാരും അതിനകത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റ് ഡിസ്ചാർജ് പോണ ഇഷ്യൂസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തിന്റെ ഒരു റീസൺ നമ്മുടെ ഫുഡ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ജങ്ക് ഫുഡ്സ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ ശരീരത്തിന് പ്രതികൂലമായിട്ടാണ് പല എഫക്റ്റും ഉണ്ടാക്കുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ ഒരു വെൽനെസ് ഇല്ലായ്മ, അതായത് നമ്മുടെ കുട്ടികളെ തന്നെ എടുത്തു നോക്കുക, അവർക്ക് അതാത് പ്രായങ്ങളിൽ കൊടുക്കേണ്ട രക്ഷകൾ കൊടുക്കാണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം 20ഓളം യൂട്രസ് കണക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് വേണ്ട രീതിയിൽ ഒരു വെൽനെസ് ഒരു ലേഡിക്ക് കിട്ടിയില്ലെങ്കിൽ വരാനായിട്ടുള്ള സാധ്യതകളുള്ളത്. അതായത് ഒരു പീരിയഡ്സ് തുടങ്ങി മെനോപോസ് വരെ ആ ഒരു മെനസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സമയം അല്ലെങ്കിൽ മെനോപോസ് വരെയുള്ള സമയത്തും യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ നമ്മളൊരു മെനോപോസ് സമയത്ത് നിൽക്കണ സമയത്താണെങ്കിലോ ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ വേണം ഓരോ സ്ത്രീകളുടെ പീരിയഡ്സ് നിൽക്കല്. അത് നിൽക്കണ സമയത്ത് ശരീരത്തിന് ദോഷം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ദോഷമില്ലാത്ത രീതിയിൽ ആ പീരിയഡ്സ് നിൽക്കുകയും വേണം. നമുക്ക് മാർക്കറ്റിൽ പല സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പല രീതിയിൽ ഇഷ്യൂസ് ഉണ്ട്, അത് പല രീതിയിൽ സൈഡ് എഫക്ട്സും പല പ്രശ്നങ്ങളും നമുക്ക് റെഗുലർ യൂസിനകത്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഹെർബ്സ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് അറിയാമായിരുന്നു ഒരു കുട്ടിയുടെ പീരിയഡ്സ് വൈകിയാൽ എന്ത് ചെയ്യണം, അവർക്ക് വയറുവേദന വന്നാൽ എന്ത് ചെയ്യണം, രക്തത്തിന്റെ നിറം വെച്ചിട്ട് തന്നെ അവർ പല രീതിയിൽ വീട്ടിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു എന്ത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൈവിട്ടുപോയി. പക്ഷെ ഇതൊക്കെ ഒരു നോളേജ് ഉണ്ട്, പല ആൾക്കാർക്കും ആ നോളേജ് ടെക്സ്റ്റിനകത്തൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കുറച്ച് ഹെർബ്സിനെ എടുത്തുകൊണ്ടിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മുടെ എല്ലാ രീതിയിലുള്ള ഒരു ആശ്വാസത്തിനും എല്ലാ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും ഒരു യൂട്രസിന്റെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് ആ ഒരു പീരിയഡ്സ് തുടങ്ങുന്നത് വരെ അവസാനം വരെ സ്ത്രീകളുടെ രക്ഷയ്ക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ.